ദൈവം നമുക്ക് മാത്രം ഉണ്ടാവട്ടെ. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ എന്നുള്ള ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് അറിയാവുന്ന വാക്യം തന്നെയാണ്. അതായത് 2 കൊരിന്ത്യർ 11:3 നമ്മൾ വായിക്കുന്ന വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ള ആ ഒരു വാക്യമാണ് ഇന്ന് തീമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന സിംപിൾസിറ്റി ആൻഡ് പ്യൂരിറ്റി എന്ന് പറയുമ്പം നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അൺഡിവൈഡഡ്. അതായത് നമ്മളിപ്പോൾ ശുദ്ധമായ പാല് എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് വേറെ വെള്ളമോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു അൺഡിവൈഡഡ് ആണ് പ്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നിനും അവിടെ സ്ഥാനമില്ലാത്ത ഒരു കാര്യം, അതാണ് പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, അതായത് നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ വിട്ടു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. കാര്യം സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ സാത്താൻ നമ്മളെ ചതിക്കാൻ വേണ്ടി സാത്താൻ ഉണ്ട്. അപ്പം സാത്താൻ നമ്മളെ ചതിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് അവിടെ പൗലോസ് അവിടെ പറയുന്നത്. ആ ഡിവോഷൻ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിക്കരുത്, ഇപ്പം ഒളിമ്പിക്സും നടക്കുന്ന സമയമാണ്. അവിടെ നമ്മൾ അറിയാം എത്ര ഡിവോഷനായിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെ ഒരു ഗെയിമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൈസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്നോട്ട് തന്നെ ഇവിടുത്തെ ഒരു ലോകത്തിലെ ഒരു പ്രൈസിന് വേണ്ടി അവർ എത്ര ഡിവോട്ടഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രൈസ് കിട്ടിയ, ഇന്ത്യയിൽ മെഡൽ കിട്ടിയ ഒരു അത്ലറ്റിനെ പറ്റി വായിക്കുമായിരുന്നു. ഒരു 5 years ആയി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട്, വീട്ടിൽ കടന്നിട്ട്. കാര്യം അവര് എന്തോ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് തിരിച്ച് ട്രെയിനിങ് സെന്റർ വരും. കാര്യം രാവിലെ എഴുന്നേറ്റ് പിന്നെയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 5 years ആയി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവര് തിരിച്ച് വീട്ടിലൊന്ന് പോകണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് അത്ര ഡിവോട്ടഡ് ആയിട്ടാണ് അവര് ഒളിമ്പിക്സിന് പ്രൈസിന് വേണ്ടി കാര്യങ്ങൾ വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രൈസിന് വേണ്ടി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കും നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഈ ഒരു കാര്യത്തിന് വേണ്ടി. കാര്യം ഇവിടുത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ലോകത്തിലൊരു പ്രൈസിന് വേണ്ടി ചെയ്യുന്നതിനേക്കാളും എത്ര അധികമാണ് നമുക്ക് കിട്ടാനുള്ള പ്രൈസ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം ഡിവോട്ടഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ വായിച്ചപ്പം ചിന്തിച്ചൊരു കാര്യം. സാത്താൻ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക, അതായത് നമ്മുടെ ഡിവോഷൻ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ആക്ച്വലി സാധാരണ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. സ്നേഹം മാറ്റിയിട്ട് മറ്റ് പല എക്സ്റ്റേണൽ അല്ലെങ്കിൽ നമ്മൾ പറയാ റൂൾസ് ഫോളോ ചെയ്യുന്ന അങ്ങനെ ആക്കാനാണ് സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതായത് നമ്മള് പുറത്ത് നല്ലൊരു സാക്ഷ്യമുണ്ട്, ആ ഒരു സ്നേഹം ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റൂൾസ് ഒബേ ചെയ്യുന്ന സാത്താന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സാത്താൻ ട്രൈ ചെയ്യുന്ന അതാണ്, നമ്മളെ ആ ഒരു പ്യുവർ ഡിവോഷൻ അല്ലെ സിമ്പിൾ ലവിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഇവിടെ പോൾ അവിടെ ഫിലിപ്പീൻസിൽ പറയുന്ന ഫിലിപ്പീൻസ് 2:20 ഒരു വാക്യം പറയുന്നുണ്ട്. അതായത് തിമോത്തിയെ പറ്റി പറയുന്നത്, അതായത് നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരും ഇല്ല എന്നാണ് തിമോത്തിയെ പറ്റി പറയുന്നത്. പോളിന്റെ കോവർക്കേഴ്സ് നമുക്കറിയാം, ദേമാസ്, അങ്ങനെ പലരും ഈ കാര്യങ്ങൾ ഡിസീവ്ഡ് ആയിട്ട് അവര് ആ ഒരു സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി അവരുടെ പല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ദേമാസ് ചിലപ്പം ലോകത്തെ സ്നേഹിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയെന്നാ പറയുന്നത്. അപ്പൊ ദേമാസ് ഇപ്പം നമ്മൾ ചോദിക്കുന്നവരോട് പിന്മാറ്റത്തിൽ പോകുമോ അങ്ങനെ ആയിരിക്കും, പക്ഷെ വേറെ കാര്യങ്ങളായിരിക്കും ഇൻവോൾവ് ആയി അങ്ങനെ തെറ്റി പോവുകയാണ് ചെയ്തത്. ആ ഒരു ലവ് വിട്ടിട്ട് ബാക്കി എക്സ്റ്റേണൽ കാര്യങ്ങളായിട്ട് ദേമാസ് പോയതായിരിക്കാം. അപ്പം അവിടെ പൗലോസ് പറയുന്ന തിമോത്തിയെ പറ്റി പറയുന്ന കാര്യം, തിമോത്തിയോസിനെ പോലെ എനിക്ക് തുല്യചിത്തനായിട്ട് വേറെ ആരുമില്ല, എന്നെ പോലെ ചിന്തിക്കുന്ന, അതായത് ലുക്സ് ഔട്ട് ഫോർ ഓൺ ഇൻട്രസ്റ്റ്, അവന്റെ ഇൻട്രസ്റ്റ് അല്ല നോക്കുന്നത്, ദൈവത്തിന്റെ ഇൻട്രസ്റ്റ് നോക്കുന്ന വേറെ ആരും ഇല്ല എന്നാണ് തിമോത്തിയെ പറ്റി പൗലോസ് അവിടെ ആ വാക്യത്തിൽ പറയുന്നത്. നമ്മൾ കുറച്ച് നാളെ ക്രിസ്ത്യ ജീവിതം പോയി കഴിയുമ്പോൾ നമ്മളൊക്കെ സ്ലോലി ഈ കാര്യത്തിന് ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ സീക്ക് ചെയ്യാൻ, നമുക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ, ആ ഒരു കാര്യത്തിലേക്ക് സാധാരണ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഡിസ്ട്രാക്റ്റഡ് ആക്കി അല്ലെങ്കിൽ ആ ഡിവോഷൻ നമ്മളെ മാറ്റി ആക്കാൻ ആണ് സാത്താൻ ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് വായിച്ചു മനസ്സിലാവുന്ന കാര്യം. അതായത് വേറൊരു വാക്യം 1 തിമോത്തിയോസ് 1:5 അവിടെ പറയുന്ന ഗോൾ ഓഫ് അവർ ഇൻസ്ട്രക്ഷൻ ഈസ് ലവ് ഫ്രം എ പ്യുവർ ഹാർട്ട്. അതായത് ഒരു നിർമ്മലമായ ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്, അതാണ് നമ്മുടെ ഗോൾ. അതായത് ഈ പറയുന്നതിന്റെ എല്ലാം ഒരു ചുരുക്കം എന്ന് പൗലോസ് അവിടെ തിമോത്തിയോസ് എഴുതുമ്പോൾ പറയുന്നത്, ഗോൾ ഓഫ് അവർ ഇൻസ്ട്രക്ഷൻസ് ലവ് ഫ്രം എ പ്യുവർ ഹാർട്ട്. ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് ഇതിന്റെ എല്ലാം സാരാംശം, എല്ലാവരുടെ ഗോൾ. ഇതാണ് പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നാണ് പൗലോസ് തിമോത്തിയോസ് എഴുതുമ്പോൾ തിമോത്തിയോസ് 1:5 അവിടെ പറയുന്ന ഒരു കാര്യം. നമ്മള് ഹവ്വായെ പറ്റി പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സാത്താൻ ഡിസ്ട്രാക്ട് ചെയ്തതെന്നുള്ള ഒരു കാര്യം കൂടെ ജസ്റ്റ് അവിടെ നോക്കിയിട്ട് പോകും. അത് ഉൽപ്പത്തി 3:3 ആ കാര്യം പറയുന്നത്. അതായത് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച ആ ഒരു പാസേജ് എടുത്തിരിക്കുന്നത് ഉൽപ്പത്തി 3:3 അവിടെ നമ്മൾ കാണുന്നത് സാത്താൻ വന്നിട്ട്
ഹവായുടെ ഒരു ഡിബേറ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ. ഈ ഏതെങ്കിലും ഭക്ഷണം, ഏതെങ്കിലും ഫലം കഴിക്കരുതെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഹവ്വ പറയാണ് ഇല്ല എന്ന്. അതായത് ട്രീ ഓഫ് നോളജ് ആൻഡ് ഗുഡ്, അതായത് നന്മതിന്മയുടെ ആ ഒരു ഫലം മാത്രം കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയെല്ലാം കഴിക്കാന്നാണ് പറയുന്നത്. അപ്പം സാത്താൻ പറയണം അല്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും, നിങ്ങൾക്ക് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞ് ഇവർ ഡിസീവ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. അതായത് ദൈവത്തിന് നിന്നോട് സ്നേഹമില്ല, ദൈവത്തിന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അത് നിന്നെ കഴിക്കണമെന്ന് പറയുമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ സാത്താൻ അവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ്. അതായത് ദൈവത്തിന്റെ സ്നേഹത്തെ ഡൗട്ട് ചെയ്യുക, അതായത് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ അനുവദിക്കുമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ആണ് പലപ്പോഴും സാത്താൻ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളത് ചിന്തിച്ച അയ്യോ ശരിയാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് സാത്താൻ നമ്മളെ പതുക്കെ ആ ലവിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. നമ്മളുടെ ഉള്ളിൽ ഒരു ഡൗട്ട്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു ഡൗട്ട് കൊണ്ടുവരികയാണ് സാത്താൻ ചെയ്യുന്നത്. അടുത്ത ഒരു കാര്യം സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ദൈവവചനത്തെ ഡൗട്ട് ചെയ്യുക. ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അത് സത്യമാണോ, ദൈവം പറഞ്ഞേക്ക് സത്യമാണോ എന്നുള്ള ഒരു ഡൗട്ട്, ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു ഡൗട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് സാത്താൻ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഞാൻ മറ്റേ ബക്സിങ്ങിനെ കുറിച്ച് കേട്ട ഒരു കഥ, അതായത് ബക്സിങ്ങിനോട് ആരോ ചോദിച്ചു, അതായത് ബൈബിളില് യോനെ തിമിംഗലം വിഴുങ്ങി എഴുതിയിട്ടുണ്ടല്ലോ, അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പം ബക്സിംഗ് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, അതായത് യോന തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അത് വിശ്വസിക്കും, കാര്യം ദൈവത്തിന്റെ വചനം സത്യമാണെന്നുള്ള ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ്. അതായത് ദൈവവചനത്തെ കുറിച്ച് പലപ്പോഴും ഡൗട്ട് വരുമ്പം നമ്മൾ ചിന്തിക്കുക, എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തൊരു കാര്യമാണ് അതായത് ആ ഒരു പറയുന്ന ബക്സിംഗ് പറഞ്ഞ ഒരു കാര്യം. അതുപോലെ തന്നെ സാത്താൻ എപ്പോഴും പറയുന്ന ഒരു ഹാഫ് ട്രൂത്തേ പറയത്തുള്ളൂ. എന്റെ യഥാർത്ഥ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം മുഴുവനായിട്ട് പറയത്തില്ല, ഹാഫ് ട്രൂത്ത് മാത്രമേ സാത്താൻ പറയത്തുള്ളൂ. നമ്മൾ ഈവിന്റെ കാര്യത്തിൽ, ഹവ്വയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളത് കാണുന്നുണ്ടല്ലോ. ഹവ്വയോട് പറയുന്നത് നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞ് കഴിപ്പിക്കുകയാണ്, ഭക്ഷണം ഫലം പഠിച്ച് തിന്നാൻ പറയുകയാണ്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്കറിയാം, നമ്മളെല്ലാം പാവത്തിൽ വീണുപോയി, നമ്മൾ മനുഷ്യജാതി മുഴുവൻ പാവത്തിലായിപ്പോയി. ആ ഒരു കാര്യം അതിന്റെ ആ ഒരു ഫുൾ ട്രൂത്ത് പലപ്പോഴും സാത്താൻ പറയത്തില്ല. സാത്താൻ അതിന്റെ ഒരു ഹാഫ് ട്രൂത്ത് ആണ് പലപ്പോഴും നമ്മുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ സാത്താൻ കാണിക്കുന്ന ഒരു പ്ലഷർ, അതിനകത്ത് ഒരു പ്ലഷർ ഉണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കൊരു പ്ലഷർ കിട്ടും. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതൊരു പാസിംഗ് പ്ലഷറാണ്. നമ്മൾ മോശയെ പറ്റി ഹീബ്രൂസ് എഴുതുന്നോട്ട്, ഹി ഡി നോട്ട് എൻജോയ് ദ പാസിംഗ് പ്ലഷർ ഓഫ് സിൻ. പാവത്തിനൊരു പ്ലഷർ ഉണ്ട്, പക്ഷെ അതൊരു പാസിംഗ് പ്ലഷർ എന്നുള്ള ഒരു കാര്യം അത് നമ്മൾ കാണണം. അതാണ് സാത്താൻ പലപ്പോഴും അതിന്റെ ഹാഫ് ട്രൂത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് പലപ്പോഴും നമ്മൾ കാണാറില്ല. സാത്താൻ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന, സാത്താൻ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഈവിൾ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം കൊണ്ടായിരിക്കത്തില്ല, ലോഫുൾ ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അനീതിയായിട്ടുള്ള കാര്യമല്ല, ലോഫുൾ ആയിട്ടുള്ള കാര്യം കൊണ്ടായിരിക്കും സാത്താൻ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമ്മൾ ആ ലോഫുൾ കാര്യം ചെയ്യുന്നത് തെറ്റില്ല, തെറ്റുണ്ടോ ഇല്ല എന്ന് ചിന്തിച്ച് നമ്മൾ ആ കാര്യം ചെയ്യും. അങ്ങനെയാണ് സാത്താൻ പലപ്പോഴും നമ്മളെ അട്രാക്ട് ചെയ്ത് ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് നമ്മള് വീഴുമ്പോൾ ആദ്യം നമ്മൾ തട്ടി വീഴും, തട്ടി കുറച്ച് ദൂരം പോയിട്ടാണ് വീഴുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തള്ളിയിടാൻ വേണ്ടി സാധാരണ അപ്പോൾ തള്ളിയിടുകയല്ല ചെയ്യുന്നത്. പലപ്പോഴും ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പതുക്കെ ഗ്രാജുവലി ആണ് സാധാരണ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് ഈ ലവിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല രീതികളാണ്. നമ്മുടെ ദൈവത്തിലുള്ള സ്നേഹത്തെ ഡൗട്ട് ചെയ്യിപ്പിക്കുക, വചനത്തെ ഡൗട്ട് ചെയ്യിപ്പിക്കുക. സാധാരണ നമുക്ക് ഹാഫ് ട്രൂത്ത്സ്, എല്ലാത്തിനെയും പകുതി സത്യം മാത്രമേ നമ്മളെ കാണിക്കത്തുള്ളൂ പലപ്പോഴും. പിന്നെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഈവിൾ കാര്യം കൊണ്ടായിരിക്കത്തില്ല, ഒരു ദുഷ്ട കാര്യം കൊണ്ടായിരിക്കില്ല, തെറ്റായ ഒരു കാര്യം കൊണ്ടായിരിക്കത്തില്ല നമ്മളെ ഇനിഷ്യലി ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മളെ ഇനിഷ്യലി ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ലോഫുൾ കാര്യം കൊണ്ടായിരിക്കും ഉള്ളൊരു കാര്യമാണ്. ഇത് പറഞ്ഞപ്പം 3 ways ഓഫ് ലിവിങ്, ജീവിക്കുന്ന, അതായത് നമ്മൾ 1 കൊരിന്ത്യർ 10:23 വായിക്കുന്ന വാക്യമുണ്ട്. ഓൾ തിങ്സ് ആർ ലോഫുൾ ബട്ട് നോട്ട് ഓൾ തിങ്സ് ആർ പ്രോഫിറ്റബിൾ. ഓൾ തിങ്സ് ആർ ലോഫുൾ ബട്ട് ഓൾ തിങ്സ് ആർ ബട്ട് നോട്ട് ഓൾ തിങ്സ് എഡിഫൈ. അത് 1 കൊരിന്ത്യർ 6:12 അല്ല 10:22. സകലതും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലം പ്രയോജനമുള്ളതല്ല, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീയ വർധന വരുത്തുന്നില്ല. നമ്മളത് ഞാനിങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 70% കാര്യങ്ങളും അൺലോഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഈവിൾ തിങ് ആയിരിക്കും. പക്ഷെ അതിന്റെ മുകളിൽ ഒരു 30% ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് 30% നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. 20% ലോഫുൾ ആയിരിക്കും. ലോഫുൾ അതിനകത്ത് പാപമൊന്നും കാണത്തില്ല, തെറ്റായ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ അതിനകത്തൊരു 10% മാത്രമേ പ്രോഫിറ്റബിളും എഡിഫൈങ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 1 കൊരിന്ത്യർ 10:23 പറയുന്ന ഒരു കാര്യം അതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അലൗഡ് ആണ്, പക്ഷെ
നമ്മൾ ആ ലോഫുളിനകത്തു നിന്നുള്ള ആ 10% ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പം നമ്മൾ സമയത്തിന്റെ കാര്യം എടുത്താൽ, അല്ലെങ്കിൽ ഓക്കെ, നമ്മൾ സമയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറുണ്ട്. അതിനകത്ത് നമ്മൾ കൂടുതൽ സമയം അശ്ലീലമായ മൂവി കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് ഒരു അൺലോഫുൾ തിങ് ആണ്, അല്ലെങ്കിൽ തെറ്റായ കാര്യമാണ്. അത് ആ 70% വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് മുകളിൽ 30% ഉണ്ട്. അത് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെ? നമ്മളിപ്പം ലോഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 20 to 30% നമ്മൾ പലപ്പോഴും വരുന്ന ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ പലപ്പോഴും വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. നമ്മൾ അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മൾ ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പാവമല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ ഇപ്പം ടൈം എടുത്ത് തന്നെയാണ്, ടൈമിനകത്ത് നമ്മൾ ന്യൂസ് വായിക്കാനും പത്രം വായിക്കാനും അല്ലെങ്കിൽ അങ്ങനെ പ്രയോജനമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പത്രം വായിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ സമയം വേണമെങ്കിൽ സമയം മുഴുവൻ നമുക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യാം. ആ 10% ആണ് ആക്ച്വലി പ്രോഫിറ്റബിൾ എഡിഫൈ. നമ്മൾ പത്രം വാങ്ങി തെറ്റാണെന്നോ അല്ല, പാപമൊന്നും അല്ല, പക്ഷെ നമുക്ക് അത് വേണേൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ, നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു 10%-നകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റിനകത്ത് വേണമെങ്കിൽ അതിനകത്ത് തെറ്റായ പല കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. നമ്മൾ വേണ്ടാത്ത ഒത്തിരിയും കാര്യങ്ങൾ ഇന്റർനെറ്റിനകത്തുണ്ട്. അതൊരു 70% ആയിരിക്കാം. പക്ഷെ മറ്റൊരു 30% ഉണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ എന്തിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കണം. നമ്മൾ ഈ 10% നമുക്ക് സ്പിരിച്വലി പ്രോഫിറ്റബിൾ അല്ലെ, എഡിഫൈങ് ഉള്ള 10% ആണോ സ്പെൻഡ് ചെയ്യുന്നത്, അത് നമ്മൾ ഈ 20%-നകത്താണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള നമ്മൾ പലപ്പോഴും ചിന്തിക്കണം. നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ആള് ആക്ച്വലി ചെയ്യേണ്ടത് ഈ 10% കാര്യങ്ങളാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായ ഒരു കാര്യം. അതായത് നമ്മൾ ജീവിതത്തിൽ വയ്ക്കുന്ന ചെറിയ ഡിസിഷൻ നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ എത്രമാത്രം സ്പിരിച്വൽ ആണെന്നുള്ളത് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ എത്രമാത്രം സ്പിരിച്വൽ ആണെന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാവുന്നു. നമ്മൾ ഡാനിയലിന്റെ എക്സാമ്പിൾ 1:8 കാണും. ഡാനിയൽ ആ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കും. ആ ഒരു ഡിറ്റർമൈൻ ചെയ്തു ഡാനിയൽ തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഡാനിയൽ. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6:12 ഈ ഒരുപോലെ തന്നെ ഒരു വാക്യമുണ്ട്, ഓൾ തിങ്സ് ആർ ലോഫുൾ. അതിനകത്ത് പറയുന്നത് ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ ബട്ട് ഐ എം നോട്ട് മാസ്റ്റർഡ് ബൈ എനിത്തിങ്. നമ്മൾ ഈ 20-30% തന്നെ പല കാര്യങ്ങളും നമ്മൾ നമ്മളെ അടിമപ്പെടുത്താൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടിമപ്പെട്ടു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഈ 20-30%. അപ്പം നല്ല വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് നമ്മളെ മാസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ നമ്മൾ അത് മാസ്റ്റർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു. അതാണ് പൗലോസ് പറയുന്നത്, ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ ബട്ട് ഐ എം നോട്ട് മാസ്റ്റർഡ് ബൈ എനിത്തിങ്. ഒന്നിലും എന്നെ മാസ്റ്റേർഡ് അല്ല, ഞാൻ അതിനകത്ത് അടിമയല്ല എന്നുള്ള ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾക്കൊന്നും അടിമപ്പെട്ട് പോലെ, നമ്മൾ ഈ ലോഫുൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അതിനകത്ത് അടിമപ്പെട്ട് പോലെ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ 10% കാര്യങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും, നമ്മുടെ ജോലിയുടെ കാര്യങ്ങളുണ്ട്, അതെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിലങ്ങ് മുഴുകിപ്പോലെ, നമ്മൾ റബ്ബർ ബാൻഡ് എക്സാമ്പിൾ കേട്ടിട്ടുണ്ടല്ലോ, പലപ്പോഴും റബ്ബർ ബാൻഡ് വലിച്ചിട്ട് വിട്ട് കഴിയുമ്പോൾ തിരിച്ച് വരണമെന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ വരേണ്ട ഒരു പോയിന്റ് ഇതാണ് ഉള്ളൊരു കാര്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുപോലെ നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലാണേലും നമുക്ക് പല അൺലോഫുൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനകത്ത് സ്പെൻഡ് ചെയ്യാതെ നമ്മൾ റൈച്ചസ് ആയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം, നമ്മൾ റൈച്ചസ് കാര്യങ്ങൾ കാണുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഫോർ മീ, എന്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല അതിനകത്ത് പ്രയോറിറ്റി. അതാണ് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് ഞാൻ കണ്ടത്. അതായത് ഇതാണെങ്കിൽ ടോപ്പ് 10% എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറി അല്ലെ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഈ 20% പലപ്പോഴും നമ്മുടെ സുഖത്തിന് വേണ്ടി, അല്ലെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളായിട്ടാണ് എനിക്ക് കണ്ടത് 20% എന്നുള്ള ഒരു കാര്യം. അപ്പം ദൈവഭക്തിയുള്ള ജീവിതത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് ആക്ച്വലി നമ്മൾ എടുക്കുന്ന ഓരോ സ്മോൾ ഡിസിഷൻസിലാണ്. നമ്മൾ ഇന്ന് എടുക്കുന്ന ഡിസിഷനാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ആകുന്ന അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി നമ്മളെ സ്പിരിച്വൽ ആക്കാൻ കാര്യം. നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേർ ഒന്നിച്ച് ദൈവത്തിലേക്ക് വന്ന ചിലർ, പക്ഷെ ഒരാള് ഒത്തിരി ദൈവസന്നിധിയിൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കും നമ്മൾ കാണുന്നു. പക്ഷെ അതെങ്ങനെ അവര് ഡെയിലി ജീവിതത്തിൽ ആരും കാണാത്ത ഏരിയകളിൽ ദൈവത്തിന് വേണ്ടി ഡിസിഷൻ സ്റ്റാൻഡ് എടുത്താണ് അവര് ഒരു സ്പിരിച്വൽ മാൻ ആക്കി തീർത്തത്, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയത്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ 3 ലെവൽസ് ഓഫ് ലിവിങ്ങിനകത്ത് കണ്ട്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് പലപ്പോഴും ജെറമയെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു വാക്കുണ്ട്, ജെറമിയ 15:19. അവിടെ പറയുന്ന ഒരു കാര്യം, അതായത്
അതുകൊണ്ട് ജെറമ്യ 15:19 അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കത്തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധർമ്മമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായായിരിക്കും. അവർ നിന്റെ പക്ഷം തിരികെയില്ല, നീ അവരുടെ പക്ഷം തിരികെ അല്ല അവർ നിന്റെ പക്ഷം തിരികെയും നീ അവരുടെ പക്ഷം തിരികെയും ഇല്ല എന്നുള്ളതാണ് വാക്യം. അതായത് ജെറമ്യ 15:19 അവിടെ പറയുന്ന ജെറമ്യയോട് പറയുന്ന നീ എക്സ്ട്രാക്ട് ദ പ്രഷ്യസ് ഫ്രം ദ വർത്ത്ലെസ്. അതായത് ഈ വർത്ത്ലെസ് ആയിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിന്നും നീ പ്രഷ്യസ് ആയ മാത്രം തിരഞ്ഞെടുക്കുക. നമുക്ക് വർത്ത്ലെസ് ആയിട്ട് പല കാര്യങ്ങളും കാണുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ട് 30% പാപമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പല രീതിയിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പണം സ്പെൻഡ് ചെയ്യാം, പല കാര്യങ്ങൾ കാണും. പക്ഷെ നമ്മൾ അടുത്തുനിന്ന് വേണ്ടത് പ്രഷ്യസ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് ദൈവം യെരമ്യാവിനോട് പറയുന്നത്. അതായത് യു സെലക്ട് എക്സ്ട്രാക്ട് ദ പ്രഷ്യസ്. നമ്മൾ ആ ഒരു എക്സ്ട്രാക്ട് ചെയ്യണം, പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. നമുക്ക് വർത്ത്ലെസ് ആയിട്ട് പല കാര്യങ്ങളും ലോകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പല കാര്യങ്ങളും നമുക്കുണ്ട്, കാണാനും സമയം സ്പെൻഡ് ചെയ്യാനും പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ യെരമ്യാവിനോട് ദൈവം പറയുന്നത്. അവിടത്ത് അതിന്റെ തലേ 2 വാക്യങ്ങളുടെ ജെറമ്യ 16-ഉം 15:16-ഉം 15:17-ഉം അവിടെ പറയുന്ന കാര്യം, അതായത് ജെറമ്യ പറയുന്നതാണ്, ഞാൻ നിന്റെ വചനം your word was found and I ate them and your word became for me a joy and a delight for my heart. ജെറമ്യ ദൈവവചനത്തെ കാണുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് എത്രമാത്രം ജോയ്, എത്ര ഡിലൈറ്റ്, ബ്രോട്ട് എ ഡിലൈറ്റ് ഫോർ മൈ, എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷം, അല്ലെ എനിക്കൊരു നിന്റെ വചനം ഞാൻ കണ്ടു, അത് ഞാൻ കഴിച്ചു ഭക്ഷിച്ചു, അതെനിക്കൊരു സന്തോഷമായി തീർന്നു എന്നാണ് യെരമ്യാവ് 15:16. അതുപോലെ 17 പറയുന്നത് ഐ ഡിഡ് നോട്ട് സിറ്റ് ഇൻ ദ സർക്കിൾ ഓഫ് മെറി മേക്കേഴ്സ്. അതായത് തമാശ പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഇരുന്നില്ല ഞാൻ എന്നുള്ളൊരു കാര്യമാണ് ജെറമ്യ പറയുന്നത്. ജെറമ്യയുടെ ജീവിതത്തിൽ ജെറമ്യ എടുത്ത 2 സ്റ്റാൻഡാണ് നമ്മളവിടെ കാണുന്നത്. ജെറമ്യ 15:16-ലും 15:17-ലും നമ്മൾ കാണുന്നത്. അതായത് ദൈവവചനത്തെ എത്രമാത്രം ഡിലൈറ്റ്ഫുൾ ആയിട്ടാണ് ജെറമ്യ കണ്ടതും, അതുപോലെ ചുമ്മാ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്തില്ല, വേണ്ടാത്ത രീതികളിലെല്ലാം സമയം സ്പെൻഡ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ജെറമ്യ 15:19 പറയുന്നത്, നീ ആ പ്രഷ്യസ് ആയിട്ടുള്ളത് ഈ വർത്ത്ലെസ്സിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, അപ്പൊ ഞാൻ നിന്നെ എന്റെ സ്പോക്മാൻ ആക്കും എന്നുള്ളൊരു കാര്യമാണ് അവിടെ ജെറമ്യയിൽ അവിടെ പറയുന്ന കാര്യം. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പം നമ്മളിന്ന് ആരോ വാക്യം പറഞ്ഞപ്പോഴും പറഞ്ഞ ഒരു വാക്യമുണ്ട്. അതായത് യു ഷാൽ ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, സോൾ ആൻഡ് സ്ട്രെങ്ത്. അതായത് മാർക്ക് 12:30. അതായത് അവിടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാകും. അതാ യേശുവിനോട് ചോദിക്കുന്നത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന ഒരു മറുപടിയാണ്. നമ്മള് ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ പണം സ്പെൻഡ് ചെയ്യുന്നു, ഇതെങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റബിൾ അല്ലെ എഡിഫൈങ് ആയിട്ട് തീർക്കാൻ പറ്റുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നതോടെയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേണം വരാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കുറച്ചുകൂടെ ലോസ് കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് മെഷീൻ എണ്ണയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല, അത് ഭയങ്കര ഹാർഡായിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫ് ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്ന എണ്ണ നമ്മുടെ ആ മെഷീനകത്തുണ്ടെങ്കിൽ ആക്ച്വലി അത് അത്ര സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തു അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറെ റൂൾസ് ആണ് ഇപ്പോൾ ഒബേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൽ ഇനിഷ്യലി വന്നപ്പം നമുക്ക് ദൈവത്തോടെ സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റിച്ച് യങ് റൂളറിന്റെ കഥ നമ്മൾ മാർക്ക് 10:19 നമ്മൾ കാണാറുണ്ട്. അപ്പം യേശുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുക എന്താണ് ഏറ്റവും വലിയ കൽപ്പന. അപ്പം യേശു പറയുന്നത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, ഇങ്ങനെ കൽപ്പനകളെല്ലാം പറയുന്നുണ്ട്. അപ്പം അവൻ പറയും, ഞാൻ ഗുരുവെ ഞാനിത് എന്റെ ചെറുപ്പം മൂലം പ്രമാണിച്ചു വരുന്നു എന്ന് പറയുന്നു. അപ്പൊ നാളെ ഒരു യൂത്ത് മീറ്റിംഗിൽ ബ്രദർ പറയുന്നത്, ഇത് നമ്മുടെ ഒരു CFC-യിലുള്ള ഒരു യങ് പീപ്പിളിനോട് ചോദിച്ചാലുള്ള അവർക്ക് പറയാൻ പറ്റിയ ടെസ്റ്റിമണിയാണ്. നമ്മൾ കൊല ചെയ്യുന്നില്ല, വിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളസാക്ഷ്യം പറയുന്നില്ല, ചതിക്കുന്നില്ല, എന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, നമ്മളും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ യേശു അവിടെ പറയുന്നത്, നീ വൺ തിങ് യു ആർ ലാക്കിങ്, നീ ജീവിതത്തിൽ നീ ഒരു കാര്യം ലാക്ക് ചെയ്യുന്നുണ്ട്. നീ എല്ലാം സെല്ല് ചെയ്തിട്ട് നിന്റെ പണം, അതാണ് നിനക്ക് മെയിൻ കാര്യം, അത് നീ സെല്ല് ചെയ്തിട്ട് വരിക. നമ്മുടെ ജീവിതത്തിലെല്ലാം ഓരോ കാര്യങ്ങളായിരിക്കും, ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കാം, ദൈവത്തിന്റെ കൂടെ പ്രയോറിറ്റി ആയിട്ടിരിക്കുന്ന വേറെ പല കാര്യങ്ങളായിരിക്കാം. പക്ഷെ യേശു നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നീ അത് വിട്ടിട്ട് വരിക. ആ പ്രയോറിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന ആ കാര്യം, ഇപ്പം ചിലർക്ക് പണമായിരിക്കും, ചിലപ്പോൾ മറ്റുള്ള വലിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അംബീഷൻ ആയിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. പക്ഷെ യേശു നമ്മളോട് പറയുന്ന ആ വൺ തിങ് യു ലാക്ക്, അത് നീ വിട്ടുവെച്ച്
നീ എന്നെ അനുഗമിപ്പി എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ കുറെ എക്സ്റ്റേണൽ ആയിട്ട് കുറെ ഒബേ ചെയ്യുന്നു എന്നുള്ള ആ ലവ് ഇല്ലാതെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം വാല്യൂ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ പലപ്പോഴും പറയാനുള്ള മേരി മാഗ്നലീൻ, മഗ്ദലക്കാരി മറിയയുടെ എക്സാമ്പിൾ. മഗ്ദലക്കാരി മറിയയ്ക്ക് ഒരു സിമ്പിൾ ഒരു പ്യൂർ ഡിവോഷൻ ആയിരുന്നു യേശുവിനോട് ഉണ്ടായിരുന്ന ഒരു കാര്യം. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 20:11 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റും അവര് അവിടെ യേശുവിനെ കുന്തിരിക്കൊക്കെ വെക്കാൻ വേണ്ടി വരുമ്പോൾ കാണുന്നു, അതായത് തുറന്നിരിക്കുന്നു യേശുവിനെ അവിടെ കാണുന്നില്ല. അപ്പൊ ഇവര് തിരിച്ച് ഓടി ചെല്ലുവാണ് ഡിസൈപ്പിൾസിന്റെ അടുത്ത് എന്നിട്ട് പറയുവാണ് ഇങ്ങനെ ഇതെല്ലാം തുറന്നിരിക്കുന്നു, ഞങ്ങൾ യേശുവിനെ കണ്ടില്ല, ആരും എടുത്തോണ്ട് പോയി എന്നൊക്കെ പറയാണ്. അപ്പം നമ്മൾ അവിടെ ഞാൻ കഴിഞ്ഞ ശ്രദ്ധിച്ചൊരു കാര്യം, ലൂക്കോസ് 24:11 അവിടെ ഇവര് വന്ന് ശിഷ്യന്മാരോട് പറയാണ്. അപ്പൊ ശിഷ്യന്മാർക്ക് ഇതൊരു നോൺസെൻസ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ലൂക്ക് 24:11 പറയുന്നത് ദീസ് വേർഡ് അപ്പിയർ ടു ദം ആസ് നോൺസെൻസ്. അപ്പൊ നമ്മൾ കാണുന്ന പീറ്ററും യോഹന്നാനൂടെ ടൂമ്പിലേക്ക്, ആ ഒരു ഗുഹയിലേക്ക് ഓടിപ്പോവുകയാണ്, മേരിയും പീറ്ററും ജോണും. പക്ഷെ പീറ്ററും ജോണും അവിടെ ചെന്ന് ഗുഹയിൽ ചെന്ന് നോക്കിയിട്ട് കണ്ടില്ല എന്ന് അവർ തിരിച്ചുപോയി. പക്ഷെ മേരി അവിടെ നിന്ന് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് കരയാണ്. അവിടെ നിന്ന് കരയുമ്പോൾ ആണ് യേശു അവൾക്ക് പ്രത്യക്ഷമാകുന്നത്. അപ്പൊ മരയ്ക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. യേശു ഉയർത്തെഴുന്നേറ്റോ പോലും മരയ്ക്ക് അറിയില്ല. ഇനി അതോ വല്ലവരും എടുത്തോണ്ട് പോയോന്ന് അറിയില്ല. നമ്മൾ ഗാർഡനറാന്ന് വിചാരിച്ച് യേശുവിനോട് പറയും അവൻ എടുത്തോണ്ട് പോയെങ്കിൽ എങ്കിൽ തരിക, ഞാൻ എടുത്തോണ്ട് പോയിക്കോളാന്ന് പറയുന്നത്. പക്ഷെ യേശുവിനോടുള്ള ആ സ്നേഹം, അതാണ് നമ്മൾ ആ മറിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിനോട് എന്ത് ചെയ്യാൻ റെഡിയാണ്. യേശുവിന് അത്രമാത്രം മറിയെ സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ മറിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ. അതുപോലെ നമുക്ക് ദൈവമായിട്ടുള്ള ഡിവോഷനിൽ എങ്ങനെ ഗ്രോ ചെയ്യാന്നുള്ളത് കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യും. നമ്മള് കാണുന്ന എഫിഷ്യൻസി കാണുന്ന ഒരു വാക്യമുണ്ട്, ബി റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ഹിസ് ലവ്. എന്റെ സ്നേഹത്തിൽ വേരൂന്നി വളരുവീൻ എന്ന് പറയുന്ന ഒരു കാര്യം എഫിഷ്യൻസി പറയുന്നുണ്ട്. എഫിഷ്യൻസ് ചർച്ചിനെ എഴുതുമ്പോൾ പറയുന്നുണ്ട് യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. നിന്റെ ഫസ്റ്റ് ലവ് നീ വിട്ടുപോയെന്നുള്ള ഒരു കുറ്റമാണ് എഫിഷ്യൻസ് ചർച്ചിനെ പറ്റി യേശുവോടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലവ് നമ്മൾ വിട്ടുപോയോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദൈവത്തിനുള്ള സ്നേഹത്തിൽ നിന്നാണോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നമ്മൾ ഈ എക്സ്റ്റേണൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ആ സ്നേഹം ഇല്ലാതെയും ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. സാത്താൻ അതാണ് ട്രൈ, നമ്മളെങ്കിലും അത് ഡിസ്ട്രാക്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പോകാന്നുള്ള കാര്യമാണ് സാത്താൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ നമ്മളത് എപ്പോഴും കെയർഫുൾ ആയിരിക്കും. നമ്മൾ ആ ഫസ്റ്റ് ലെവലിൽ തന്നെയാണോ, അല്ലെ നമ്മൾ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ആ സ്നേഹത്തിൽ നിന്ന് വേണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിൽ കുറവ് കാണുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ റോമൻസ് 5:5 പറയുന്നുണ്ട് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. ലവ് ഓഫ് ഗോഡ് ഹസ് ബീൻ പോർഡ് ഔട്ട് ഇൻ യുവർ ഹാർട്ട്സ് ത്രൂ ഹോളി സ്പിരിറ്റ് വാസ് ഗിവൻ ടു us. ദൈവസ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ വേണം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. റോമർ 5:5 പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം കുറവാന്ന് കാണുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പരിശുദ്ധാത്മാവിനെ അടുത്ത് ദൈവമേ എന്നെ ഫില്ല് ചെയ്യണമേ, എന്നെ നിറയ്ക്കണമേ, എന്റെ ഹൃദയത്തെ സ്നേഹം നൽകണമേ, എന്നെ സ്നേഹം കുറവാണ് താവേ, ഞാൻ കാണുന്നു, എന്നെ നിറയ്ക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനെ അടുത്ത് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ റിസ്റ്റോർ ചെയ്യും, അല്ലെ നമ്മുടെ ഉള്ളിൽ പകർന്നു തരും. ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ നമുക്ക് വേറൊരു കാര്യം നമ്മൾ വേണ്ടത്, നമുക്ക് ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്, ദൈവത്തിൽ ഒരു കുഞ്ഞൊരു പിതാവിൽ വിശ്വസിക്കുന്ന രീതിയിലൊരു വിശ്വാസമാണ് നമുക്ക് പിതാവിൽ വേണ്ടത്. എനിക്ക് പല പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ദൈവത്തിൽ ഒരു ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്, ഒരു കുഞ്ഞിന് പിതാവിലുള്ള വിശ്വാസം പോലെ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. സാധാരണ നമ്മളെ പല കാര്യങ്ങളാൽ ഡിസ്ട്രാക്ട് ചെയ്യും, നമ്മളെ പല കാര്യങ്ങളും ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്, എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട്. അപ്പം നമ്മളെ സാധാരണ എങ്ങനെയും ഡിസ്ട്രാക്ട് ചെയ്ത് നോക്കും. പക്ഷെ നമ്മൾ ഈ വർത്ത്ലെസ് കാര്യങ്ങളിൽ നിന്ന് പ്രഷ്യസ് ആയിട്ടുള്ള മാത്രം ചൂസ് ചെയ്യാൻ, ഔട്ട് ഓഫ് ലവ്, ദൈവത്തിലുള്ള സ്നേഹത്തിൽ നിന്ന് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ വി ഹാവ് ടു ചൂസ് ദാറ്റ് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതായത് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഡിവോഷനാണ്. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഒന്ന് ആഡഡ് ആവുന്ന കാര്യങ്ങളാണ്. നമ്മൾ മറ്റു കാര്യങ്ങളല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമാണ്, അതായത് ദൈവത്തോടുള്ള ഡിവോഷൻ, ദൈവത്തോടുള്ള സ്നേഹം. അതിൽ കുറവ് വരുന്നുണ്ടോ നമ്മൾ കാണുവാണെങ്കിൽ ദൈവസന്നിധിയിൽ പോവുകയും പരിശുദ്ധാത്മാവിനോട് പറയും എന്നെ സ്നേഹത്താൽ നിറയ്ക്കണേ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിൽ നമ്മളെ ഫില്ല് ചെയ്യുകയും ചെയ്യും, നമ്മളെ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യും. ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കാര്യം. നമ്മൾ ദൈവത്തോട് പറയാം, ദൈവം എനിക്കൊരു സിമ്പിൾ ആൻഡ് പ്യൂർ ഡിവോഷൻ, ഇതിനോടൊരു സിമ്പിൾ ആയിട്ട് ഒരു ഡിവോഷൻ എനിക്ക് വേണം, എനിക്കതിൽ വളരണം, എനിക്കതിൽ കുറഞ്ഞു പോകല്ല ചെയ്യേണ്ടത്, ഈച്ച് ഡേ അത് കുറഞ്ഞു പോലെ ചെയ്യേണ്ടത്, എനിക്കതിൽ വളർന്നു വരണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണേണ്ടത്.
സങ്കീർത്തനം 73:25 ഈ വാക്കുകൾ വായിച്ച് നിർത്താം. അതായത് whom have I in heaven but you and earth I have nothing I desire beside you. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നീ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന. നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കണം. അതായത് ദൈവമേ, സ്വർഗത്തിൽ എനിക്ക് ആരുമില്ല, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ഡിസയർ, ആ ഒരു പ്രാർത്ഥന ആയിരിക്കണം നമ്മുടെ, അല്ലെങ്കിൽ അത് നമ്മൾ റിയാലിറ്റി ആയി തീരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ ഒരു പല എക്സ്റ്റേണൽ കാര്യങ്ങളല്ല, പക്ഷെ ദൈവത്താൽ പിടിക്കപ്പെട്ട യേശു മാത്രം, ഓൺലി ജീസസ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ട്രൂ ആണെന്നുള്ളതാണ് എനിക്ക് എന്നെക്കുറിച്ചും നമ്മളെല്ലാം കുറിച്ചുള്ള ഒരു പ്രാർത്ഥന. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ട്രൂ ആയി. നമ്മൾ പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആസ് ദ ഡിയർ പാൻസ് ഫോർ ദ വാട്ടർ. അതിനകത്ത് ഒരു ലൈൻ ഇങ്ങനെയാണ്, ഐ വാണ്ട് യു മോർ ദാൻ ഗോൾഡ് ഓർ സിൽവർ, only you can satisfy, you alone are my heart's desire and long to worship you. ആ ഒരു മാൻ നീർത്തോടിനെ കാക്ഷിക്കുന്ന പോലെ എന്നുള്ള ആ പാട്ട്, അതിനകത്ത് സ്വർണം വെള്ളി ഇതൊന്നും അല്ല, ഐ വാണ്ട് യു, നീയാണ് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, യു അലോൺ ആർ മൈ ഹാർട്ട് ഡിസയർ, ഐ വാണ്ട് ലോങ് ടു വർഷിപ്പ് യു എന്നുള്ളതാണ് ആ പാട്ടിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത് ട്രൂ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏക ഡിസയർ, നമ്മൾ ഈ സങ്കീർത്തനം 73:25 പറയുന്നുണ്ട്, ലോർഡ് നിന്നെ മാത്രം, യു ഡിസയർ യു. ലൈക് ഹെവനിൽ ചെന്ന് അവിടെ മാൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഗോൾഡൻ സ്ട്രീറ്റ്സ് കൊണ്ട് നടക്കുന്നതൊന്നും ആയിരിക്കത്തില്ല നമ്മളെ ത്രില്ല് ചെയ്യുന്നത് ജീസസ് മാത്രമായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു ലവിൽ നിന്ന് വേണം നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അത് നമ്മൾ സ്നേഹം കുറഞ്ഞല്ല പോകേണ്ട, ഡേ ബൈ ഡേ നമ്മൾ സ്നേഹം വർദ്ധിച്ച് പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്നേഹം, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം നമുക്കില്ലെങ്കിൽ നമ്മൾ ചില്ലയും പരിശുദ്ധാത്മാവ് പറയും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുകയും ചെയ്യണം. നമ്മൾ ആ സ്നേഹത്തിൽ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതുപോലെ സാധാരണ നമ്മളെ പല കാര്യങ്ങളും ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും. ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് പല കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോഴും ട്രൈ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം, നമ്മൾ ആ വർത്തിലെസ്സിൽ നിന്ന് പ്രഷ്യസ് ആയിട്ടുള്ള മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ഗോഡ് വിൽ മേക്ക് എസ് എ സ്പോക്മാൻ ഫോർ ഹിം. അതാണ് ജെറമയ്ക്ക് ദൈവം കൊടുത്തൊരു പ്രോമിസ്. ഈ ഒരു കാര്യങ്ങൾ ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ടോപ്പിക് സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ ആണല്ലോ. അപ്പോ അതിനകത്ത് നമ്മൾ വായിക്കുന്ന വേഴ്സ് കൊരിന്ത്യൻസില് 2 Corinthians 11:3. But I am afraid that as the serpent deceived Eve by his trickery, your minds will be led astray from the simple and pure devotion of Christ. അപ്പോൾ ഞാൻ ഈ ഡിവോഷൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ കേട്ടൊരു മെസ്സേജും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇറ്റ് ഈസ് മേക്കിംഗ് ഗോഡ് ദ സെന്റർ ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാം യേശു, ദൈവം നമ്മുടെ ജീവിതത്തിലെ സെന്റർ ആകുന്ന ഒരു അവസ്ഥ. ആൻഡ് ജീസസ് ഷുഡ് ബി എവറിത്തിങ് ഇൻ ആർ ലൈഫ്. യേശു നമ്മുടെ എല്ലാം ആയിരിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഞാൻ ജോസഫിന്റെ ജീവിതത്തെ കൂടുതലായിട്ടൊന്ന് ചിന്തിക്കുമായിരുന്നു. ജെനസിസ് 39 പോട്ടിഫറിന്റെ വൈഫ് ജോസഫിനെ ടെംപ്റ്റ് ചെയ്തപ്പോൾ ജെനസിസ് 39:9 പറയുന്നുണ്ട്, ഐ കനോട്ട് സിൻ അഗെയിൻസ്റ്റ് ഗോഡ് എന്ന് പറയുന്നു. സോ ഞാൻ കൂടുതൽ ആലോചിക്കായിരുന്നു, ജോസഫ് ഒരു സ്ലേവ് ആയിരുന്നു, പക്ഷെ ഈ എല്ലാ ആഴ്ചയും പോയി ചർച്ചിൽ പോയി ഒത്തിരി വചനം കേൾക്കുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. സാംസ് 119:11 നമ്മൾ കേട്ടതുപോലെ സാംസ് 119 in verse 11, I have treasured your word in my heart so that I may not sin against you. So ഈ ദൈവവചനം ഉള്ളില് സൂക്ഷിച്ചു, ആൻഡ് he had that devotion to God, and അതിന്റെ ബേസിസിലാണ് ദൈവത്തിന്റെ ഒരു പ്രസൻസ് ജോസഫിന് അവിടെ അനുഭവിക്കാൻ പറ്റിയത്. he could practice the presence of God. And അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? he landed in the prison. ജോസഫിനെ പിടിച്ച് ജയിലിൽ അടച്ചു. പക്ഷെ അത് ഫർദർ ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ ജെനസിസ് 39:21 അവിടെ പറയുന്നുണ്ട്, God was with Joseph and he found favor even in the prison. സോ നമ്മള് ആ ഒരു സ്റ്റാൻഡ് ദൈവത്തിന് എടുക്കുമ്പോൾ, നമ്മള് ആ ഒരു സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷനിൽ ദൈവത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ, നമ്മുടെ സിറ്റുവേഷൻ ഏതെങ്കിലും ഒരു വേഴ്സ് സിറ്റുവേഷൻ ആണെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് we can take an assurance of that. And ഇതേപോലെ നമ്മൾ യേശുവിന്റെ ജീവിതത്തിലോട്ട് നോക്കുമ്പോഴും ജോൺ 5:30 യേശു പറയുന്നുണ്ട്, I have not come to do my will but the will of him who sent me. John 5:30.
I can do nothing on my own. As I hear, I judge. My judgment is righteous, because I do not seek my own will, but the will of him who sent me. And John 6:30, John 6:38. For I have come down from heaven not to do my own will, but the will of him who sent me. സോ ഇതിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലൂക്ക് 22:42 wherein Luke 22:42 യേശു അവിടെ പിതാവിനോട് പറയുന്നു, ഫാദർ ഇഫ് യു ആർ വില്ലിംഗ് റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ. പക്ഷെ അതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് യേശു പറയുന്ന യെറ്റ് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ. സോ യേശുവിന് ആ പിതാവിന്റെ ആ ഒരു സാന്നിധ്യം വിട്ടുമാറുന്നത് ഇത്രയും ജോൺ 5:30, ജോൺ 6:38 ലൈക്ക് അവിടെ എല്ലാം പറയുന്നുണ്ട് ഐ ഡു നത്തിങ് ബൈ മൈ സെൽഫ്. ആ ഒരു കംപ്ലീറ്റ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദറിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഫാദറിന്റെ ഫെലോഷിപ്പ് വിട്ടുപോകുന്ന ആ ഒരു അവസ്ഥ വരുമ്പോൾ അത് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ യെറ്റ് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ എന്ന് പറയുമ്പോൾ അവിടെ ദൈവം യേശുവിനെ കംഫർട്ട് ചെയ്യുന്നു, ഒരു കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നു. സോ if we looked as though the situation is not in their favor, ആ ഒരു നമ്മുടെ സിറ്റുവേഷൻസ് നമ്മൾ ദൈവത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ദൈവത്തിന് നമുക്ക് ആ ഒരു ഫേവറബിൾ ആയിട്ട് തോന്നത്തില്ലായിരിക്കും ആ ഒരു സമയത്ത്. ബട്ട് ആ ഒരു പോയിന്റ് നമുക്കൊരു റിജക്ഷന്റെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ and when we believe in God, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. ആൻഡ് ഒരു സിംപ്ലിസിറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ ആലോചിച്ചപ്പോൾ പഴയ നിയമത്തിലൊക്കെ എന്തെങ്കിലും പാപങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ റിച്വൽസും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോ നമ്മൾ ഹീബ്രൂസിൽ വായിക്കുന്നു, Hebrews 4:16 that we can Hebrews 4:16 therefore let us approach the throne of grace with confidence so that we may receive mercy and find grace for help at the time of our need. So നമുക്ക് പഴയ നിയമത്തിലെ പോലെ അല്ല, ഇപ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇപ്പോഴും നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ്സ് ചിലപ്പോൾ പഴയ നിയമത്തിലെ പോലെ അയ്യോ ഞാൻ പാപം ചെയ്തു, ഞാൻ കുറച്ചേറെ നേരം എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒത്തിരി നേരം ഇരുന്ന് ക്ഷമ ചോദിക്കണം, എന്നാലേ എനിക്ക് എന്റെ പാപം മാറിയെന്നുള്ളൊരു ഫീലിംഗ് കിട്ടത്തുള്ളൂ. പക്ഷെ അതുപോലെ ഒന്നല്ല, നമുക്ക് നമ്മുടെ ഹൃദയം ആ ഒരു ഡിവോഷൻ ടു ഗോഡ്, അയ്യോ ദൈവമേ എന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു എന്ന ആ ഒരു നിമിഷത്തിൽ നമുക്ക് വി ക്യാൻ കം ബോൾഡ്ലി ടു ദാറ്റ് ത്രോൺ ഓഫ് ഗ്രേസ്. നമ്മുടെ ഹൃദയം ദൈവത്തോട് പറഞ്ഞ ആ ഒരു സമയത്ത് we can get God's mercy at that point of time. So ഞാനും ഇത് ആഗ്രഹിക്കുന്നു ദൈവനെ സഹായിക്കാൻ. ലൈക്ക് ഒത്തിരി കാര്യങ്ങളിലും ദൈവം നമ്മളെ കൂടുതൽ ഒരു സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷനിൽ എപ്പോഴും ദൈവത്തെ തന്നെ സെന്ററിൽ വെക്കാനും, അപ്പൊ ആ ദൈവത്തെ നമ്മൾ സെന്ററിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരാൻ നോക്കുമ്പോൾ നമുക്ക് അതിനെ we can easily try to fend it off, and because ദൈവം നമ്മുടെ സെന്ററിൽ ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ, ആൻഡ് എന്തായാലും നമ്മൾ വീണാലും നമുക്ക് ഒരു സിമ്പിൾ ഫെയ്ത്തോടെ ദൈവത്തോട് വന്ന് ദൈവമേ I want grace and your mercy to get out of the situation എന്ന് പറയുമ്പോൾ I'm sure that God will help all of us എന്നുള്ളൊരു കാര്യമുണ്ട്. Praise God.